പാർട്ട് എ കഴിഞ്ഞു. പാർട്ട് ബി എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഒന്നാമത്തെ എസ് എ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 9th ക്വസ്റ്റ്യൻ. അതിൽ എ പാർട്ടിനകത്ത് 5 മാർക്കിന്റെ ഒരു പ്രോഗ്രാമാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് സ്ട്രോങ് ഓർ നോട്ട്. ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് ആ നമ്പർ സ്ട്രോങ് നമ്പർ ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. എന്താണ് സ്ട്രോങ് നമ്പർ? സ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നോക്കി, 145 1 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ. നമുക്ക് എന്താ കിട്ടുന്നത്? 1 പ്ലസ് 24 പ്ലസ് 120, ദാറ്റ് ഈസ് 145 തന്നെ. ഇൻപുട്ട് ആയിട്ട് കൊടുത്ത നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ ഫാക്ടോറിയലിന്റെ സം അത് ആ സെയിം നമ്പർ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് കോൾഡ് സ്ട്രോങ് നമ്പർ. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് ഒന്നുകിൽ അത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇവിടെ പാർട്ട് എ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷനിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഈ കിട്ടുന്ന ഫാക്ടോറിയലിനെ സം എടുക്കണം അല്ലേ? ഓരോ ഡിജിറ്റ്സിന്റെയും ഫാക്ടോറിയൽ എടുക്കുക, അതിന്റെ സം എടുക്കുക. ഈ സമ്മിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫൈനലി എന്താ ചെയ്യേണ്ടത്? ഫൈനലി ഇത് ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഒരു ലൂപ്പ് വരും. കാരണം ഓരോ ഡിജിറ്റ്സിനെയും എക്സ്ട്രാക്ട് ചെയ്യണം. 145 ആണ് നമ്പർ എങ്കിൽ ആദ്യം 145നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ആ 5നെ 145 നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ദെൻ 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. 5 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചിട്ട് ഈ 5 ഫാക്ടോറിയൽ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇതാണ് കോർ ലോജിക്ക് വരുന്നത്. ആക്ച്വലി ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ലോജിക്ക് വേണം, ഓരോ ഡിജിറ്റിനും എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു വൈൽ ലൂപ്പ് വേണം. ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇഫ് കണ്ടീഷൻ വേണം. ഒറിജിനൽ നമ്പറും ഇപ്പൊ കിട്ടിയ റിസൾട്ടും രണ്ടും ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ അതിലാണ് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പാലിൻഡ്രോം ഓർ നോട്ട് പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു ലോജിക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പാലിൻഡ്രോമിന്റെ കേസിൽ ഒറിജിനൽ നമ്പറിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഒറിജിനൽ വാല്യൂവിനെ ഒരു ടെമ്പററി വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ വൈൽ ലൂപ്പിന് താഴെ ആ ടെമ്പിനകത്തുള്ള വാല്യൂവും ഇപ്പൊ കിട്ടിയ റിസൾട്ടും രണ്ടും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യും. ആ സെയിം ലോജിക്ക് തന്നെ ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് വേണം? റിവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓരോ ഡിജിറ്റ്സിനെയും എക്സ്ട്രാക്ട് ചെയ്യുക. അതായത് യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ്, ഇങ്ങനെ ഓരോ ഡിജിറ്റിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പറിന്റെ ലാസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. 145നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് 5 കിട്ടും. ഓക്കെ, ആ കിട്ടിയ 5ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ഒരു ഫോർ ലൂപ്പ് കൂടെ ഇവിടെ അഡീഷണൽ ആയിട്ട് വേണ്ടി വരും. ഓക്കെ, പാലിൻഡ്രോമിനകത്ത് റിവേഴ്സ് കണ്ടുപിടിക്കുന്നു, ഇവിടെ ആ റിവേഴ്സിന് പകരം ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഫോർ ലൂപ്പ്. ഓക്കെ, ആ പ്രോഗ്രാം നോക്കിക്കേ. ഹെഡർ ഫീൽഡ്സ് കൊടുക്കുക, യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് ഒരു നമ്പർ മേടിക്കാം, പ്രിന്റ് എഫ്, സ്കാൻ എഫ്, അതിനെ പറയുന്നില്ല. ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഫാക്ട് എന്ന വേരിയബിൾ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ നമ്പറിന്റെ ഒരു കോപ്പി എടുത്ത് ടെമ്പിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ടെമ്പ് ആയിരിക്കും ഫൈനലി ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഫോർ ലൂപ്പിനകത്ത് നമുക്കൊരു ഐയുടെ ആവശ്യം വരുന്നുണ്ട്. അത് മാത്രമല്ല ഫാക്ടോറിയൽ കിട്ടി കഴിയുമ്പോൾ നമുക്ക് സം എടുത്ത് പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ സം എടുത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സം ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലി സെറ്റ് ചെയ്യും. ലേറ്റർ ആ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ റീഡ് ചെയ്തു, അത് എന്നിനകത്ത് സ്റ്റോർ ചെയ്തു. ദെൻ ആ എന്നിനെ എവിടെ സ്റ്റോർ ചെയ്തു? എന്നിന്റെ കോപ്പി എടുത്ത് ടെമ്പിൽ വെച്ചിട്ടുണ്ട്. അതായത് എന്നിനകത്തും ടെമ്പിനകത്തും ഇപ്പോൾ ഇരിക്കുന്നത് യൂസർ കൊടുത്ത ഇൻപുട്ട് തന്നെയാണ്. ഇനി ടെമ്പ് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എൻ വെച്ചിട്ട് ആ ലൂപ്പിനകത്തേക്ക് കയറാം. ഇവിടെ നോക്കിക്കേ, വൈൽ n ഗ്രേറ്റർ ദാൻ 0. എന്നിന്റെ വാല്യൂ ഇപ്പോൾ 145 ആണെന്ന് വിചാരിക്കാം. 145 ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ഫസ്റ്റ് എന്താ ചെയ്തേക്കുന്നത്? റിമൈൻഡർ കണ്ടുപിടിക്കണം. ഓക്കെ, റിമൈൻഡർ കണ്ടുപിടിക്കാൻ റിമൈൻഡർ ഈക്വൽ ടു n mod 10. ഓക്കെ, 145നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ നമുക്ക് എന്താ കിട്ടുന്നത്? 5 കിട്ടും. സോ അതിന് 6നകത്തേക്ക് സ്റ്റോർ ചെയ്തു. ദാറ്റ് ഈസ് r ഈക്വൽ ടു n mod 10. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫാക്ടിന്റെ വാല്യൂ ഫാക്ട് എന്ന ആളിനകത്ത് ഇനിഷ്യലി 1 കൊടുക്കുക. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനിഷ്യലി 1 കൊടുത്തിട്ട് ഓരോ വട്ടം അപ്ഡേറ്റ് ചെയ്ത് പോവാം. കേട്ടോ, ഫാക്ടോറിയലുള്ള ലൂപ്പാണ് ഈ കാണുന്നത്. ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ r i പ്ലസ് പ്ലസ്. അതിനകത്ത് എന്താ ചെയ്തേക്കുന്നത്? ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. അതായത് ഐയുടെ വാല്യൂ 1 ആണ്, 1 ഇൻറ്റു 1 ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 1 ഇൻറ്റു 2 ചെയ്യുന്നു. ദെൻ ആ റിസൾട്ട് ഫാക്ട് സ്റ്റോർ ചെയ്യുന്നു. സോ 2 കിട്ടും. ദെൻ 2 ഇൻറ്റു 3 ചെയ്യുന്നു. ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ആറിന്റെ വാല്യൂ ഇപ്പോൾ 5 ആണെങ്കിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ദാറ്റ് ഈസ് 120 എവിടെ ഉണ്ടാവും? ഫാക്ടിനകത്ത് ഉണ്ടാവും. ഫോർ ലൂപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഈ ഫാക്ടിനെ സമ്മിലേക്ക് സ്റ്റോർ ചെയ്ത് സം ഈക്വൽ ടു സം പ്ലസ് ഫാക്ട് എന്ന് എഴുതിയിരിക്കുന്നത്. സമ്മിന്റെ ഇനിഷ്യൽ വാല്യൂ ഇവിടെ 0 ആണ്. അതായത് 0 പ്ലസ് 120. സോ 120 കിട്ടും. ഇത് എവിടെ സ്റ്റോർ ആയി? ഇത് സമ്മിനകത്ത് സ്റ്റോർ ആയി. സമ്മിന്റെ വാല്യൂ 0 ആയിരുന്നത് മാറി എന്തായി? 120 ആയി. ഓക്കെ, ഇത്രയും
വൈൽ ലൂപ്പിനകത്തായിരുന്നു. അതായത് ഫസ്റ്റ് യൂണിറ്റ് പ്ലേസിലെ വാല്യൂ എടുത്തു, അതിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു, അത് സമ്മിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടെൻസ് പ്ലേസിലെ വാല്യൂ വേണം. 145ന്റെ 5 എടുത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ആ വാല്യൂവിന്റെ 4 എടുക്കണം. ഇവിടുന്ന് 4 എടുക്കണമെങ്കിൽ 145 എന്ന നമ്പറിനെ 14 എന്നാക്കാം. ഓക്കെ, അതിന് ബൈ 10 ചെയ്താൽ മതിയാവും. n = n / 10. ഇവിടെ n-ന്റെ വാല്യൂ 14.5 ആണ്. ഇന്റിജർ ആയതുകൊണ്ട് അത് 14 ആവും. ഓക്കെ, വൈൽ ലൂപ്പ് ചെക്ക് ചെയ്തേ, 14 > 0 ആണല്ലോ. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. റിമൈൻഡർ എടുക്കുന്നു. 14നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ എത്രയാ? 4 ആയി അല്ലേ? നേരത്തെ 5 എടുത്തത് എങ്ങനെയാണോ അതുപോലെ ഇവിടെ 4 എടുത്തു. നെക്സ്റ്റ് 4 ലൂപ്പ് അല്ലേ? ആ 4 ലൂപ്പിനകത്ത് ഈ 4ന്റെ ഫാക്ടോറിയലായിരിക്കും എടുക്കുന്നത്. 4 ഫാക്ടോറിയൽ എത്രയാണ് വരുന്നത്? 1 × 2 × 3 × 4. ഓക്കെ, 6 × 4 24. ഓക്കെ, ഇത് ഫാക്ടിനകത്തുണ്ടാകും. സം = സം പ്ലസ് ഫാക്ട്. സമ്മിനകത്ത് ഇപ്പം എന്തുണ്ട്? തൊട്ടു മുന്നേ സ്റ്റോർ ചെയ്തിട്ടുള്ള 120 ഉണ്ട്, പ്ലസ് ഫാക്ടിനകത്ത് എന്തുണ്ട്? 24. ഓക്കെ, 144. സോ സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് 144 ആയി മാറും. ഓക്കെ, ഇനി നമുക്ക് ആരുടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത്? 1. അതായത് 14 എന്ന നമ്പറിൽ 4 യൂസ് ചെയ്തു, ഇനി 1 എടുക്കണം. 14 / 10 കോഷ്യന്റ് എത്ര കിട്ടുന്നത്? കോഷ്യന്റ് നമുക്ക് 1.0 ഇന്റിജർ വാല്യൂ ആകുമ്പോൾ അത് 1 ആയി മാറും. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ഇറ്ററേഷൻ 1 എടുത്തു, > 0 ആണെന്ന് ചെക്ക് ചെയ്തു, കണ്ടീഷൻ പ്രൂവ് ആണ്. ലൂപ്പിനകത്തേക്ക് വരുന്നു, റിമൈൻഡർ കണ്ടുപിടിച്ചു, 1 / 10. റിമൈൻഡർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 തന്നെ കിട്ടും. ഫാക്ടിന്റെ വാല്യൂ 1 ആക്കി വെച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പിനകത്ത് കയറുന്നു, 1 × 1, ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. 1 ഫാക്ടോറിയൽ 1 ആയിട്ട് ഫാക്ടിനകത്ത് സ്റ്റോർ ആയി. സമ്മിനകത്ത് എന്തുണ്ട്? 144 ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് 144 + 1 നമുക്ക് എന്ത് കിട്ടി? 145 കിട്ടി. സമ്മിന്റെ വാല്യൂ 145 ആയി. n = n / 10. 1 / 10 കോഷ്യന്റ് നമുക്ക് എന്ത് കിട്ടും? 0.1, ദാറ്റ് ഈസ് 0 ആയി പോകും. ഇനി ലൂപ്പ് കറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ അവിടെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് സം എടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? അത് ഇവിടെ കംപ്ലീറ്റ് ആയി. 0 > 0 കണ്ടീഷൻ റോങ് ആയി, ലൂപ്പിന്റെ പുറത്തേക്ക് വന്നു. ഇവിടെ നമ്മുടെ കയ്യിൽ സം ഉണ്ട്. ഈ സമ്മിന് ഒറിജിനൽ വാല്യൂ എവിടെ ഉണ്ട്? ടെമ്പിനകത്തുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, n-നകത്ത് ഒറിജിനൽ വാല്യൂ ഇല്ല. n-ന്റെ വാല്യൂ ഓരോ വട്ടം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു. സോ n-ന്റെ വാല്യൂ 145 മാറി 14 ആയി, അതിനുശേഷം അത് 1 ആയി, അതിനുശേഷം അത് 0 ആയിട്ടാണ് ലൂപ്പിന് പുറത്തിറങ്ങി. സോ ഒറിജിനൽ വാല്യൂ ഇപ്പം n-ന്റെ കയ്യിലില്ല. ഒറിജിനൽ വാല്യൂ നമ്മൾ സൂക്ഷിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ടെമ്പ്. ടെമ്പിനകത്തിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എങ്ങോട്ട് എടുക്കുന്നു? ഇഫ് കണ്ടീഷനിലേക്ക് എടുക്കുന്നു. ഇഫ് കണ്ടീഷനിൽ ടെമ്പും സമ്മും ആയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ടെമ്പിനകത്ത് 145 ഉണ്ട്, സമ്മിനകത്തും 145 ഉണ്ട് അല്ലേ? രണ്ടും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കണ്ടീഷൻ ട്രൂ അല്ലേ? രണ്ടുപേരും ഈക്വൽ അല്ലേ? ഈക്വൽ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് കോൾഡ് സ്ട്രോങ് നമ്പർ. ഇനി 145ന് പകരം നിങ്ങൾ 144 കൊടുത്തും ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ നമ്മൾ കമന്റ് ചെയ്തേ. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഫസ്റ്റ് 50 പ്രൈം നമ്പേഴ്സ്. ആദ്യത്തെ 50 പ്രൈം നമ്പേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 ആണെന്നുള്ളത്. സോ ആ ലിമിറ്റ് നമുക്കറിയാം, 50 പ്രൈം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. കൗണ്ടിന്റെ വാല്യൂ 50 കഴിഞ്ഞു, 51 ആകുന്ന സമയം നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. സോ വൈൽ കണ്ടീഷൻ കണ്ടോ? കൗണ്ട് <= 50 ആണെങ്കിൽ 50യോ അതിൽ താഴെയോ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്ത വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യും.